വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മത്തി അച്ചാറാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മത്തി അഥവാ ചാളയാണ്. വെളുത്തുള്ളി ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചതച്ചെടുത്തത് അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞെടുത്താലും മതി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്, കറിവേപ്പില 2 തണ്ട്, മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ്. അച്ചാറിനാവുമ്പോൾ നല്ല എരിവ് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ എരിവുള്ള മുളക് പൊടി 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 കപ്പ് വിനീഗർ, ആവശ്യത്തിന് എണ്ണ. ഇനി നമുക്ക് ഈ മീനിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ എടുത്തു വെച്ച മുളക് പൊടിയിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല, മഞ്ഞൾപ്പൊടിയിൽ നിന്നും എടുത്തിട്ടില്ല. നമ്മളിത് സെപ്പറേറ്റ് ആണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി മാത്രം നമ്മൾ ഇൻഗ്രീഡിയൻസ് കാണിച്ചതിൽ നിന്നുള്ളതാണ് എടുത്തിരിക്കുന്നത്. ബാക്കി നമ്മൾ പറഞ്ഞ 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞു. ഇനി നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് മീനിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മത്തിയെല്ലാം നന്നായി ഫ്രൈ ആയി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്ക് ഈ പാൻ മാറ്റി ഒരു കടായി വയ്ക്കാം. ഈ കടായിലേക്ക് നമ്മൾ ഈ മീൻ വറുത്ത എണ്ണ തന്നെ ഒഴിക്കാം. നിങ്ങൾ അച്ചാറുണ്ടാക്കുമ്പോൾ കടായിയാണ് വെക്കുന്നതെങ്കിൽ അതിനകത്ത് മീൻ വറുത്തത് അതിലാണെങ്കിൽ അതിൽ തന്നെ ചെയ്താൽ മതി. ഞാൻ ഈ പാൻ വെച്ചതുകൊണ്ട് പാനിലിട്ട് ശരിക്കും ഇളക്കിയെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ കടായി വെച്ചത്. അപ്പോൾ അതിലേക്ക് ഞാൻ മീൻ വറുത്ത എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരാ, നമുക്ക് അതിലേക്ക് അച്ചാറാകുമ്പോൾ കുറച്ച് എണ്ണ വേണമല്ലോ, അപ്പോൾ കുറച്ചുകൂടി എണ്ണ അതിലേക്ക് ഒഴിക്കാം. ആയി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഇവയിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും ഇടാം. ഇനി ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞു വരണം. അധികം മൊരിയണ്ട. ഇപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും എല്ലാം നന്നായി ഒരുവിധം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് ആക്കാം. ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി നമുക്ക് പൊടികൾ ചേർക്കാൻ. ആദ്യം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി, ഗരം മസാല, അല്പം ഉപ്പ്. മീനിൽ നമ്മൾ ഉപ്പ് പുരട്ടിയാണ് വറുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് വേണം. അല്പം ഉപ്പ് ഇട്ടാൽ മതിയേ. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലയെല്ലാം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് വിനാഗിരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്.
ഈ 1 കപ്പ് വിനാഗിരിയിൽ ആദ്യം നമുക്ക് പകുതി വിനാഗിരി ഒഴിക്കാം, അതിനുശേഷം ബാക്കി ഒഴിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട്, നമുക്കതിലേക്ക് ഇടാം. ഇപ്പോൾ വിനാഗിരി നന്നായി തിളച്ചു കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിടാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മത്തി അച്ചാർ അഥവാ ചാള അച്ചാർ റെഡിയായി. നമ്മൾ 1 കപ്പ് വിനാഗിരിയാണ് എടുത്ത് വെച്ചിരുന്നത്. പകുതി വിനാഗിരി മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഗ്രേവിയൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ നമ്മൾക്കിനി ബാക്കി വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യമില്ല. 1/2 കപ്പ് വിനാഗിരി മതി. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ മത്തി അച്ചാർ അഥവാ ചാള അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.